Okay. So we have discussed about disaster, then hazard, types of hazards, and vulnerability, right? So ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് ഓർക്കുക. ഓക്കെ, സോ നൗ വി ക്യാൻ സീ ഹൗ ദീസ് ആർ റിലേറ്റഡ്. ഓക്കെ, ഈ ഒരു ഡയഗ്രം നോക്കുക. ഇതിനകത്ത് ഹസാർഡ് ഇസ് എ ട്രിഗറിങ് ഇവന്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം അതിന് കോസ് ചെയ്യുന്ന ആ ഒരു ഇവന്റ്, നമ്മുടെ ഒരു ഡിസാസ്റ്ററിന്റെ ബേസിക് റീസൺ അല്ലെങ്കിൽ ബേസിക് ട്രിഗറിങ് ഇവന്റ് ആണ് ഹസാർഡ്. ദാറ്റ് ക്യാൻ ബി the following things: earthquake, tsunami, flood, cyclone, volcanic eruption, drought, landslide, war, technological accident, environmental pollution, anything that are the triggering event for disaster, that is called hazard. Okay, then what vulnerability? Vulnerability means we can say underlying causes, that is limited access to resources, illness and disability, age or sex or poverty. ദീസ് ആർ ദ അണ്ടർലൈൻ കോസസ്. വൾണറബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമുക്കൊരു ഹസാർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എത്രമാത്രം ഓവർകം ചെയ്യാൻ അവർ ക്യാപ്പബിൾ ആണ്, അല്ലെങ്കിൽ അതിനെ എന്താ പറയാ നേരിടാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എത്രത്തോളം ക്യാപ്പബിൾ ആണ് എന്നുള്ളത് ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് എന്ത് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇതുപോലെ ഏജ്, അല്ലെങ്കിൽ ഇപ്പം ചില സെക്സ് മീൻസ് ലേഡീസ് ജെൻസ് ആണോ എന്നുള്ള അനുസരിച്ചിട്ട് ചിലപ്പോൾ ചിൽഡ്രൻ കുട്ടികളുടെ കേസ് വരും. ദെൻ പോവർട്ടി ലെവൽ, അവരെ എക്കണോമിക് സ്റ്റാറ്റസ്, ദെൻ ഇൽനെസ് ഓർ ലിമിറ്റഡ് ആക്സസ് ടു റിസോഴ്സസ്. ഇപ്പം കുറച്ചും കൂടെ റൂറൽ ആയിട്ടുള്ള ഏരിയാസിലുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് അതുപോലെയുള്ള റിസോഴ്സ് ആക്സസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ദെൻ ഡൈനാമിക് പ്രഷർ, ദറ്റ് ആസ് ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ഓർ സ്കിൽസ്. ദറ്റ് ഈസ് നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓതറൈസ്ഡ് ബോഡി, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അല്ല അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാന്നുള്ളതിന്റെ ട്രെയിനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സ്കിൽസ് ഒന്നും ഇല്ലാത്തതിന്റെ പ്രശ്നം. ദെൻ പോപ്പുലേഷൻ എക്സ്പാൻഷൻ, അർബനൈസേഷൻ, അൺകൺട്രോൾഡ് ഡെവലപ്മെന്റ്, എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ. അതായത് നമ്മുടെ നാച്ചുറിനെ കുറേം കൂടെ എന്താണ് വീക്ക് ആക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ദെൻ അൺസേഫ് കണ്ടീഷൻ, ഡേഞ്ചറസ് ലൊക്കേഷൻ, ഡേഞ്ചറസ് ബിൽഡിങ്സ്, ലോ ഇൻകം ലെവൽ, ദിസ് ഓൾ എഫക്ട് ദ വൾണറബിലിറ്റി. ഓക്കെ, ഇപ്പൊ എക്കണോമിക്കലി ഓക്കെയാണ്, നമ്മുടെ ഏരിയ സേഫ് ആണ്, പിന്നെ അതേപോലെ ഏജ്, അതേപോലെ വേറെ ഇൽനെസ് ഒന്നും ഇല്ല, ഇങ്ങനെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ വി ക്യാൻ അറ്റ്ലീസ്റ്റ് ഫേസ് ദ ഹസാർഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഹസാർഡിനെ കുറച്ചുകൂടെ എന്താ അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി, ഇത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ല, ഒരു സൊസൈറ്റി അല്ല ഒരു കമ്മ്യൂണിറ്റി. ഓക്കെ, കമ്മ്യൂണിറ്റിക്ക് അതിനെ കംപ്ലീറ്റ് ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അതൊരു ഡിസാസ്റ്ററിലേക്ക് പോകാണ്ടിരിക്കുള്ളൂ. ബട്ട് വെൻ ഈ ട്രിഗറിങ് ഇവന്റ് ആൻഡ് വൾണറബിലിറ്റി, ദറ്റ് വൾണറബിൾ പീപ്പിളിന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആ വൾണറബിൾ കണ്ടീഷൻസ് ഉള്ള ഒരു ഏരിയയിലേക്ക് ഒരു ഹസാർഡ്, ഒരു ട്രിഗറിങ് ഇവന്റ് ഉണ്ടായാൽ ദാറ്റ് മേ കോസ് ഡിസാസ്റ്റർ. അതായത് എല്ലാ ഇവന്റ്സിനും ഹസാർഡിനെയും വി കനോട്ട് കോൾ ഇറ്റ് ആസ് എ ഡിസാസ്റ്റർ. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എർത്ത് ക്വേക്ക് ഇൻ എ ഡെസേർട്ട്, അതായത് ഒരു മനുഷ്യന്മാർ പോലും ഇല്ലാത്തൊരു ഡെസേർട്ടിൽ എർത്ത് ക്വേക്ക് ഉണ്ടായി, അവിടെ എന്തല്ല, ദാറ്റ് ഈസ് നോട്ട് എ ഡിസാസ്റ്റർ, ബിക്കോസ് അവിടെ വൾണറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസോ പീപ്പിളോ ആരും ഇല്ല. അങ്ങനെ ആകുമ്പോൾ അതിന് എന്ത് ചെയ്യില്ല, ഡിസാസ്റ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യൂല. മനസ്സിലായോ? സോ ഒരു ട്രിഗറിങ് ഇവന്റ് വൾണറബിൾ പീപ്പിളിനെ എഫക്ട് ചെയ്ത് അവർക്കത് കോപ്പ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന കണ്ടീഷൻ വരുമ്പോഴാണ് ദാറ്റ് വി ആർ കോളിംഗ് ആസ് എ ഡിസാസ്റ്റർ. ഓക്കെ, നൗ നെക്സ്റ്റ് ടേം ഇസ് കപ്പാസിറ്റി. ഓക്കെ, as the term denotes, it is defined as resources, means and strength which exist in household and community and which enable them to cope with or withstand, prepare for or prevent, mitigate or quickly recover from a disaster. That is called capacity. നിങ്ങൾ ഈ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, സോ റിസോഴ്സസ്, മീൻസ് ആൻഡ് സ്ട്രെങ്ത് വിച്ച് എക്സിസ്റ്റ് ഇൻ ഹൗസ് ഹോൾഡ്സ് ഓർ കമ്മ്യൂണിറ്റി. പേഴ്സണായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. റിസോഴ്സസ് മീൻസ് അത് എക്കണോമിക്കൽ ആവാം, അല്ലെങ്കിൽ അതർ ആക്സസറീസ് ആവാം. ഓക്കെ, ദെൻ വിച്ച് എനാബിൾ ദം ടു കോപ്പ് അപ്പ് വിത്ത് ഓർ വിത്ത്സ്റ്റാൻഡ്. ഈ ഡിസാസ്റ്റർ വന്നാൽ, ഒരു ഹസാർഡ് വന്നു കഴിഞ്ഞാൽ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, ഓർ പ്രിപ്പയർ ഫോർ ഓർ പ്രിവെന്റ് ഓർ മിറ്റിഗേറ്റ് ഓർ റിക്കവർ ഫ്രം എ ഡിസാസ്റ്റർ. പെട്ടെന്ന് തന്നെ അതിനെ എന്താ അതിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്താൽ ഓർ അതിനെ പ്രിവെന്റ് ചെയ്ത് ക്വിക്ലി റിക്കവർ ചെയ്യാൻ പറ്റുന്നോ, അതാണ് ആ ഒരു എബിലിറ്റിയാണ് എന്ത് ആക്ച്വലി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുമായിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു എബിലിറ്റി, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ.
or we can say coping capacity is the ability of a given community to contain a given hazard event such that the normal functioning of the community is not disrupted. ഇപ്പോൾ കോപ്പിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഹസാർഡ് വന്നാലും ഇവന്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാലും ആ കമ്മ്യൂണിറ്റിക്ക് എന്താ അതിനെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ ഓർ നോർമൽ ഫംഗ്ഷനിങ്ങിനെ എഫക്ട് ചെയ്യുന്നില്ല എങ്കിൽ വി ക്യാൻ സേ അതിനൊരു കോപ്പിംഗ് കപ്പാസിറ്റി ഉണ്ട്. സോ അതിനുള്ള എബിലിറ്റിനെയാണ് ഈ പറയുന്ന കോപ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. Then next term we can say capacity can be physical or socio-economic capacity. Okay, physical capacity means we can say people whose houses have been destroyed by the cyclone or crops have been destroyed by the flood can restore these things from their homes and their farms. ചെയ്യാൻ പറ്റുന്നത് അതായത് ഇപ്പം സൈക്ലോൺ വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹസാർഡ് വന്ന് കംപ്ലീറ്റ് ഹൗസ് ഡാമേജ് ആയി ഡിസ്ട്രോയ് ആയി അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്രോപ്പ് ഡാമേജ് ആയി. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സം ഫാമിലി മെമ്പേഴ്സ് ഹാവിംഗ് സ്കിൽസ് വിച്ച് എനേബിൾ ദം ടു ഫൈൻഡ് എംപ്ലോയ്മെന്റ് ഇഫ് ദേ മൈഗ്രേറ്റ് അത് ടെമ്പററിലി ഓർ പെർമനന്റ്. അതായത് ഇപ്പം ഫ്ലഡ് വന്ന് കംപ്ലീറ്റ് ഇതെല്ലാം പോയി, ഫാംസ് എല്ലാം പോയിട്ടെന്ന് വെച്ചോ, ഇനിയിപ്പോൾ അവർക്ക് എബിലിറ്റി ഉണ്ട് വേറൊരു സ്ഥലത്ത് പോയ വേറൊരു ജോലി കണ്ടെത്താനും ഈ ഒരു സാധനത്തിനെ ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ദേ ഹാവ് ദ ഫിസിക്കൽ കപ്പാസിറ്റി. ഓക്കെ, അല്ലെങ്കിൽ ദേ ക്യാൻ ഇപ്പം സൈക്ലോൺ വന്ന് അല്ലെങ്കിൽ എർത്ത് വന്ന് കംപ്ലീറ്റ് ഹൗസസ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കത് റീകൺസ്ട്രക്ട് എബിലിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഫിസിക്കൽ കപ്പാസിറ്റി. ഓക്കെ, ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് അതുപോലെ ഉള്ള കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള എബിലിറ്റി ഫാമിലി മെമ്പേഴ്സ് ഹാവ് സ്കിൽസ് വിച്ച് എനേബിൾ ദം ടു ഫൈൻഡ് എംപ്ലോയ്മെന്റ് ഇഫ് ദേ മൈഗ്രേറ്റ് either temporarily or permanent. ഇതിങ്ങനെയുള്ള എന്താണ് ലോസ് ഫിസിക്കൽ കപ്പാസിറ്റി. Socio-economic capacity. In most disasters, people suffer the greatest loss in physical and material. That is, rich people have the capacity to recover soon because of their wealth. In fact, they are seldom hit by disasters because they live in safe areas and their houses are built with stronger material. Okay, even when everything is destroyed, they have the capacity to cope up with it. നിങ്ങൾക്ക് ആ കപ്പാസിറ്റി ടേം മനസ്സിലാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കപ്പാസിറ്റി ഡെഫിനിഷൻ ആണ് കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്. നിങ്ങൾ ആ കപ്പാസിറ്റി എന്ന ടേം വരുമ്പോഴൊന്ന് മനസ്സിലാക്കുക ഈ കാര്യങ്ങളും കൂടെ. അതായത് ഈ പറഞ്ഞ പോലെ റിച്ചസ്റ്റ് പീപ്പിൾ ആണെങ്കിൽ ആക്ച്വലി അവർക്ക് എന്ത് ചെയ്യാം, ഇനി എന്തെങ്കിലും ഡെസ്ട്രോയ് ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് റിക്കവർ ചെയ്യാൻ പറ്റും. അതർവൈസ് നിങ്ങൾക്ക് പറയാം, ഇപ്പം ചിലപ്പോൾ അവർക്ക് ഇനി അത് ഇതുപോലത്തെ ഹസാർഡസ് ഏരിയ എന്ന് അറിയെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ നിന്ന് സേഫ് ഏരിയയിലേക്ക് മാറാനുള്ള ഒരു കാപ്പബിലിറ്റി, അതായത് എക്കണോമിക്കൽ എബിലിറ്റി അവർക്ക് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് സോഷ്യോ എക്കണോമിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഫ്ലഡ് വന്നേരം തന്നെ അറിയാലേ, നമുക്ക് ഇപ്പം കേരളത്തിൽ ഫ്ലഡ് വന്നപ്പോൾ തന്നെ ആ സൈഡിലുള്ള അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും എഫക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ റിക്കവർ. അതായത് ഹൗസ് റീകൺസ്ട്രക്ഷൻ ആയാലും എന്തായി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ആൾക്കാർക്ക്, അതായത് പോവർട്ടി ലെവലിൽ താഴെയുള്ള എക്കണോമിക് കപ്പാസിറ്റി കുറവായിട്ടുള്ളവർക്ക് എന്താണ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇത് മനസ്സിലാക്കി വെക്കുക. കപ്പാസിറ്റിന്റെ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇപ്പൊ ഡെഫിനേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തിയിൽ അത് ടേംസ് മറന്നു പോകാണ്ട് ഓർക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ദെൻ നെക്സ്റ്റ് ടേം ഇസ് റിസ്ക്. റിസ്ക് ഇസ് എ മെഷർ ഓഫ് എക്സ്പെക്റ്റഡ് ലോസസ് ഡ്യൂ ടു ഹസാർഡ് ഇവന്റ് ഒക്കറിംഗ് ഇൻ എ ഗിവൺ ഏരിയ ഓവർ എ സ്പെസിഫിക് ടൈം പീരിയഡ്. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത് വെച്ച ഡെഫിനേഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അതിനെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് വായിച്ചു പോവുക കേട്ടോ. സോ റിസ്ക് ഇസ് എ മെഷർ ഓഫ് expected losses due to a hazard event occurring in a given area over a specific time period. Okay, so ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒക്കർ ചെയ്യുന്ന ഹസാർഡ് ഇവന്റിന്റെ നമ്മുടെ എക്സ്പെക്റ്റഡ് ലോസസ്, അതിന്റെ ഒരു മെഷറിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ അത് മിക്കവാറും നമ്മൾ പ്രോബബിലിറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ എങ്ങനെയാണ്, അവിടെ ഈ ഹസാർഡ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഒരു പ്രോബബിലിറ്റി കാൽക്കുലേഷൻ ആണ് ആക്ച്വലി റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, then the level of risk depends upon nature of the hazard. അതായത് അതിന്റെ ഇപ്പോൾ earthquake ആണെങ്കിൽ അതിന്റെ ഒരു ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും. ഓക്കെ, then vulnerability of elements which are affected. അവിടെ എഫക്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ vulnerability എങ്ങനെയാണ്, then economic value of those elements. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിസ്ക് വരുന്നത്. A community or locality is said to be at risk when it is exposed to hazards
and is likely to be adversely affected by its impact. സോ ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റിസ്കിലാന്ന് പറയണമെങ്കിൽ അത് ഹസാർഡിന് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ആവുമെങ്കിൽ ഇറ്റ് ഈസ് അറ്റ് റിസ്ക്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും മുല്ലപ്പെരിയാർ ഡാമിന്റെ കേസ് അല്ലെ, റിസ്ക് ആണ്. ആ ഏരിയയിലുള്ള എല്ലാവർക്കും റിസ്ക് ആണ്. കാരണം എന്താ, ഇൻ കേസ് അവിടെ ഒരു എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹസാർഡ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മളെ കുറെ ഡിസ്ട്രിക്റ്റിനെ എഫക്ട് ചെയ്യുന്ന കേസാണ് അല്ലെ. സോ അത് എന്താന്ന് റിസ്ക് ആണ്. അതൊക്കെയാണ് നമ്മുടെ റിസ്കിന്റെ എക്സാമ്പിൾസ്. അല്ലെങ്കിൽ ഇപ്പൊ എർത്ത് ഒരു ഏരിയയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കിപ്പം റെയിനി സീസണിൽ ഇപ്പൊ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ എന്താ റിസ്ക് ഫാക്ടർ ആണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ലൊക്കാലിറ്റി റിസ്കിലാണെന്ന് പറയണമെങ്കിൽ വെൻ ഇറ്റ് ഈസ് എക്സ്പോസ് ടു ഹസാർഡ്, അവിടെ ഒരു ഹസാർഡ് ഒക്കർ ചെയ്താൽ, അപ്പൊ അവിടെ ഒരു ഹസാർഡിന്റെ എന്തോ ഒരു പോസിബിലിറ്റി ഉണ്ട്. വെൻ അത് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ it will be adversely affect that community. That is called risk. Okay, so we can say disaster management is basically disaster risk management. അപ്പോൾ ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട്, then അതിനെ എങ്ങനെ മാനേജ് ചെയ്യും, പ്രിവെന്റ് ചെയ്യും, ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആക്ച്വലി നമ്മൾ മെൻഷൻ ഇതിൽ പഠിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ. ഇപ്പോൾ റിസ്കി ഏരിയ അവിടെ ഹസാർഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഉണ്ടായാൽ അതിങ്ങനെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം അതിനെ അങ്ങനെ ഒക്കർ ചെയ്താൽ വാട്ട് വി ക്യാൻ ഡു, അതാണ് ആക്ച്വലി ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ മെഷേഴ്സ് വിച്ച് റെഡ്യൂസ് ഡിസാസ്റ്റർ റിലേറ്റഡ് ലോസസ് ഓഫ് ലൈഫ്, പ്രോപ്പർട്ടി ഓർ അസെറ്റ്സ് ബൈ എയ്തർ റെഡ്യൂസിംഗ് ദ ഹസാർഡ് ഓർ വൾണറബിലിറ്റി ഓഫ് ദ എലമെന്റ്സ് അറ്റ് റിസ്ക്. ഇപ്പൊ ഒന്നുകിൽ ഹസാർഡ് ഉണ്ടാവാനുള്ള ചാൻസ് കുറക്കുക, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എല്ലാം നമ്മുടെ കൺട്രോളിലല്ല. ഇപ്പം മാൻമെയ്ഡ് ഒക്കെ ആണെങ്കിൽ കൺട്രോളബിൾ ആണ്. നാച്ചുറൽ ഒക്കെ പറയുന്ന എല്ലാം ഒന്നും കൺട്രോളബിൾ അല്ല. ബട്ട് നമ്മൾ ഈ പറയുന്ന പോലെ നാച്ചുറിനെ കുറച്ച് സേഫ് ആയിട്ട് നമ്മൾ അധികം എന്താണ് ഇപ്പൊ പറഞ്ഞ പോലെ കൂടുതൽ ഡിഫോറസ്റ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്ന അർബനൈസേഷന് വേണ്ടി കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നാച്ചുറൽ ഹസാർഡ് നമുക്ക് കുറച്ച് ഒഴിവാക്കാൻ പറ്റും. അതർവൈസ് മാൻമെയ്ഡ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ റെഡ്യൂസ്. ഓക്കെ, ദെൻ ഓൾ വൾണറബിലിറ്റി ഓഫ് ദ എലമെന്റ്സ് അറ്റ് റിസ്ക്. ഈ പറയുന്ന കമ്മ്യൂണിറ്റിന്റെ വൾണറബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് ദ വൾണറബിലിറ്റി മോർ ആണെങ്കിൽ മോർ വിൽ ബി ദ എഫക്ട് ഓഫ് ദിസ് ഹസാർഡ്. ഓക്കെ, സോ ആ വൾണറബിലിറ്റി കുറച്ചും കൂടെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ മെഷേഴ്സ് ഒക്കെ വരുന്നതാണ് ആക്ച്വലി നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ we can conclude these terms or the relationship between this hazard, vulnerability, risk and disaster. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊന്ന് നോക്കുക. ഇതൊക്കെ ഞാൻ എന്റെ ബ്രീഫ് ആയിട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹസാർഡ്സ് ആർ ഓൾവേസ് പ്രിവലന്റ് എന്ന് വെച്ചാൽ മോസ്റ്റ് കോമൺ ആണ്. ഹസാർഡ്സ് ആർ ഓൾവേസ് പ്രിവലന്റ്. എല്ലാ ഹസാർഡ്സും എന്താ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. ബട്ട് ഹസാർഡ് ബിക്കം എ ഡിസാസ്റ്റർ ഓൺലി വെൻ ദർ ഇസ് ഗ്രേറ്റർ വൾണറബിലിറ്റി ആൻഡ് ലെസ് കപ്പാസിറ്റി ടു കോപ്പ് വിത്ത് ഇറ്റ്. ഹസാർഡ് എപ്പോഴും കോമൺ ആണ്, ബട്ട് അത് ഡിസാസ്റ്റർ ആവുന്നത് എപ്പോഴാണ്, വെൻ ദർ ഇസ് എ ഗ്രേറ്റർ വൾണറബിലിറ്റി, അത് വൾണറബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ, ആൻഡ് ലെസ് കപ്പാസിറ്റി ടു കോപ്പ് അപ്പ് വിത്ത് ഇറ്റ്, അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് അതിന് റിക്കവർ ചെയ്യാനുള്ള എബിലിറ്റി, ദറ്റ് കപ്പാസിറ്റി ലെസ് ആണെങ്കിൽ, ദ ലൈക്ലിഹുഡ് ഓഫ് എ ഹസാർഡ് ആൻഡ് ദ വൾണറബിലിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ബീയിങ് സിവിയർലി എഫക്റ്റഡ്. ഓക്കെ, അപ്പൊ ഹസാർഡ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് കൂടുന്നതും അതുപോലെ കമ്മ്യൂണിറ്റിന്റെ വൾണറബിലിറ്റി കൂടുന്നതും ഒക്കെ എന്താ റിസ്ക് ഇൻക്രീസ് ചെയ്യും. അതായത് അതിന്റെ എഫക്ട് ചെയ്യുന്നത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഹസാർഡ് എപ്പോഴും ഉണ്ടാകുന്നതാണ്, അത് ഡിസാസ്റ്റർ ആവുന്ന എപ്പോഴാണ്, വെൻ ദർ ഈസ് ഗ്രേറ്റർ വൾണറബിലിറ്റി ആൻഡ് ലെസ് കപ്പാസിറ്റി. ഓൾസോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലൈക്ലിഹുഡ് ഓഫ് ഹസാർഡ്, അതായത് ഹസാർഡിന്റെ ഒക്കറൻസും വൾണറബിലിറ്റിയും കൂടുതലാണെങ്കിൽ അവിടെ റിസ്ക്കും ഹൈ ആയിരിക്കും. ഓക്കെ, സോ ഹസാർഡ് ഡൊമൈൻ വെൻ ഇന്ററാക്ട് വിത്ത് വൾണറബിലിറ്റി ഡൊമൈൻ it will cause risk and it will lead to disaster. So we have to manage that. ഇതാണ് നമുക്ക് ആക്ച്വലി അതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹസാർഡ്, വൾണറബിലിറ്റി, റിസ്ക്, ഡിസാസ്റ്റർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ്, ആ ടേംസിന്റെ ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. ബാക്കി അതിന്റെ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഹിൻസ് മാത്രമാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഡെഫിനിഷൻസ് നോക്കുക. Exposure is the nearness of people, properties or communities to a hazard zone in space and time to suffer potential impact. And term പോലെ തന്നെ, for example, ഇത് ഓർക്കുക, houses and people close to an earthquake zone are more exposed than those far away. നിങ്ങൾക്കറിയാലോ, അതായത് നമ്മുടെ ലൊക്കാലിറ്റി earthquake സോണിന് അടുത്താണെങ്കിൽ അതെന്താണ് കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ സൈക്ലോൺസ് ഒക്കെ ഉണ്ടാവുന്നത് നമ്മുടെ സീഷോറിലാണ് വീടെങ്കിൽ അവിടെ എന്താണ് മോർ എക്സ്പോസ്ഡ് ആണ്. ഓക്കെ, സോ എക്സ്പോഷർ മീൻസ് നിയർനെസ്
നിയർനെസ് ഓഫ് പീപ്പിൾ ഓർ പ്രോപ്പർട്ടി ഓർ കമ്മ്യൂണിറ്റി ടു എ ഹസാർഡ് സോൺ. അതായത് ഹസാർഡ് സോണിന്റെ എത്രമാത്രം അടുത്താണ് ഇൻ സ്പേസ് ആൻഡ് ടൈം ടു സഫർ പൊട്ടൻഷ്യൽ ഇമ്പാക്ട്. എന്നുവെച്ചാൽ ഫിസിക്കലി അടുത്താവാം. ഇനി ചിലപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്നൊരു വാർണിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ലൈഫെങ്കിലും സേവ് ചെയ്യാം അല്ലെ. പ്രോപ്പർട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഹൗസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ സേവ് അവർ ലൈഫ് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ. അതാണ് സ്പേസ് ആൻഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫിസിക്കലി ഒക്കെ പറയുന്ന സ്പേസും ഉണ്ടാവും, ദെൻ ടൈം. ആ ടൈമിൽ നമ്മൾ അവിടെ ഇല്ലെങ്കിൽ എന്താണ്, സേഫ് ആണ്. ഓക്കെ, സോ എക്സ്പോഷർ ഇസ് ദ നിയർനെസ് ഓഫ് പീപ്പിൾ, പ്രോപ്പർട്ടീസ് ഓർ കമ്മ്യൂണിറ്റി ടു എ ഹസാർഡ് സോൺ in space and time to suffer potential impact. That is exposure. Then next, disaster risk. Disaster risk refers to the scale of potential losses or damages that can affect a target community in the event of a disaster at a given juncture. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ പോസിബിലിറ്റി പറയാം ഡിസാസ്റ്റർ റിസ്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് വിൽ ബി ദ സ്കെയിൽ ഓഫ് ലോസസ് ആഫ്റ്റർ എ റിസൾട്ട് ഓഫ് ഡിസാസ്റ്റർ. അതാണ് പറയുന്നത് ഡിസാസ്റ്റർ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ക്യാൻ ബി ആക്ച്വലി ക്വാണ്ടിഫൈഡ് ആസ് ലോസസ് ഓർ ഡാമേജസ് ഇൻ ടേംസ് ഓഫ് ലൈഫ്സ്, livelihoods, health, properties, facilities, services, etc. Okay, and this can be intensive or extensive. Intensive risk affect a large concentration of people, property, and activities exposed to intense hazard events, as in city. Extensive exposed to hazard events of low intensity but high frequency. Okay, so disaster risk can be intensive or extensive. Intensive ആണെങ്കിൽ it affect the large concentration of people, നമുക്ക് സിറ്റി പോലുള്ള സ്ഥലത്ത്. Okay, then extensive disaster risk actually സ്പേഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് പീപ്പിൾ ആണ്, അതായത് എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കൂല. ഓക്കെ, അത് ചെറിയ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ മാത്രമേ എഫക്ട് ചെയ്യുന്നുള്ളൂ. ലോ ഇന്റൻസിറ്റി ഉള്ളതായിരിക്കും, ബട്ട് ഹൈ ഫ്രീക്വൻസി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഓക്കെ, ഓക്കെ, ജസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഓർക്കുക. റിസ്കിന്റെ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഞാൻ PPT ഷെയർ ചെയ്യാം കേട്ടോ, എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നോട്ട് ചെയ്താൽ മതി. കുറച്ചധികം ടേംസ് നമുക്ക് പറയാനുണ്ട്. ദെൻ റിസ്ക് അസസ്മെന്റ്. സോ റിസ്ക് അസസ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് to identify, quantify or simulate risk associated with hazards and existing conditions of vulnerability in order to reduce uncertainty. That is, നമുക്ക് റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞു. റിസ്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്. ഇത് നിങ്ങൾക്ക് അടുത്ത മോഡ്യൂളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ ഡെഫിനിഷൻ മാത്രം നോക്കിയാൽ മതി. സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ഐഡന്റിഫൈ, ക്വാണ്ടിഫൈ ഓർ സിമുലേറ്റ് റിസ്ക്. അതായത് റിസ്ക് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ ക്വാണ്ടിഫൈ, അതിന്റെ ഒരു മെഷർ കാൽക്കുലേറ്റ് ചെയ്യുക, ഓർ സിമുലേറ്റ് എന്ന് വെച്ചാൽ അതിന്റെ മോഡൽ വെച്ചിട്ട് അതിന്റെ എഫക്ട് എന്തൊക്കെയായിരിക്കും എന്ന് പറയുന്നത്, പ്രെഡിക്റ്റ് ചെയ്യുക. അസോസിയേറ്റഡ് വിത്ത് ഹസാർഡ് ആൻഡ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഓഫ് വൾണറബിലിറ്റി ഇൻ ഓർഡർ ടു റെഡ്യൂസ് അൺസർട്ടനിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇതൊക്കെ പഠിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യമുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, റിസ്ക് അസസ്മെന്റ്, നമുക്ക് ഇങ്ങനെ ഹസാർഡ് അവിടെ ഉണ്ടാവും, അപ്പൊ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിനെ എങ്ങനെ എഫക്ട് ചെയ്യും, അത് ചിലപ്പോൾ പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള കണ്ടീഷൻസ് സ്റ്റഡി ചെയ്തിട്ടായിരിക്കാം ഇങ്ങനെ ഒരു റൂൾസ് ഒക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അത് അന്നേരം പറയാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ നോക്കുക. റിസ്ക് അസസ്മെന്റ് ഇസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ഐഡന്റിഫൈ, ക്വാണ്ടിഫൈ ഓർ സിമുലേറ്റ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഹസാർഡ് ആൻഡ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഓഫ് വൾണറബിലിറ്റി ഇൻ ഓർഡർ ടു റെഡ്യൂസ് അൺസർട്ടനിറ്റി. അപ്പൊ എന്താ ഉണ്ടാവുക എന്നുള്ളത് ആദ്യം ഒന്ന് അസസ് ചെയ്ത് വെക്കുക. ഓക്കെ, റിസ്ക് ക്യാൻ ബി ഐഡന്റിഫൈഡ് ആൻഡ് ക്വാണ്ടിഫൈഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹസാർഡ് ആൻഡ് വൾണറബിലിറ്റി ഇൻ എ ഗിവൺ കോണ്ടെക്സ്റ്റ്. അതായത് നമ്മുടെ ഹസാർഡ് എന്താണ്, പിന്നെ ആ കമ്മ്യൂണിറ്റിന്റെ വൾണറബിലിറ്റി എന്താണ്, ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിസ്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്. Okay, and it can simulated by developing different scenarios of hazard vulnerability interaction to access potential damages. അതായത് ഈ ഹസാർഡ് ഒക്കർ ചെയ്തു, നമ്മുടെ വൾണറബിൾ ആയിട്ടുള്ള അതിന്റെ ഇന്ററാക്ഷൻ കൊണ്ട് ഡാമേജസ് എന്തൊക്കെ ഉണ്ടാക്കാം, അങ്ങനെ നമുക്ക് എന്താ സിമുലേഷൻ മോഡൽ വെച്ചിട്ട് ഇത് ക്വാണ്ടിഫൈ ചെയ്യാം. അതായത് റിസ്ക് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി എത്തിയിരിക്കും, അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, സിമുലേറ്റ് ചെയ്ത് അതിനൊരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, എക്സിസ്റ്റിംഗ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് റിസ്ക് അസസ്മെന്റ്. ഓക്കെ, ദെൻ റിസ്ക് മാപ്പ്. റിസ്ക് മാപ്പ് ഐഡന്റിഫൈ ദ പ്ലേസസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഇൻ എ കമ്മ്യൂണിറ്റി ഓർ ജിയോഗ്രഫിക്കൽ സോൺ ദാറ്റ് മൈറ്റ് ബി അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ഇൻ ദ ഇവന്റ് ഓഫ് എ ഹസാർഡ്. അതായത് നമ്മുടെ ഒരു ഹസാർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ
എഫക്റ്റ് ചെയ്യുന്ന പ്ലേസ്, സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ സോൺ, അത് മാപ്പ് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. മാപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് അറിയാം അല്ല, മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ലൊക്കാലിറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ റീജിയൻസ് കാണിക്കുന്ന സാധനമാണല്ലോ മാപ്പ്. ഇപ്പൊ റിസ്ക് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, അത് ആ ഒരു മാപ്പ് ഐഡന്റിഫൈ ദ പ്ലേസസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഇൻ എ കമ്മ്യൂണിറ്റി ഓർ ജോഗ്രഫിക്കൽ സോൺ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹസാർഡ് സോൺ ഏരിയാസ് അല്ലെങ്കിൽ അഡ്വേഴ്സറി ഹസാർഡിനെ കൊണ്ട് എഫക്ട് ചെയ്യുന്ന ഏരിയാസ് മാപ്പ് ചെയ്യുന്നത്, ആ മാപ്പിനെയാണ് റിസ്ക് മാപ്പ് എന്ന് പറയുന്നത്. അത് പ്രോസസ്സ്, അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിസ്ക് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ പ്ലേസസ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ദെൻ ആ ഒരു നമ്മുടെ പ്ലേസസ് പ്രോസസ്സ്, അതായത് നമ്മൾ കുറെ സ്റ്റഡി ചെയ്തിട്ടായിരിക്കും ഓരോ ഏരിയ ഇതുപോലെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്നൊക്കെ സ്റ്റഡി ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് റിസ്ക് മാപ്പിംഗ്. അപ്പൊ റിസ്ക് മാപ്പിംഗ് എന്നുള്ള പ്രോസസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിസ്ക് മാപ്പ് ഉണ്ടാക്കുന്നത്. ആ റിസ്ക് മാപ്പിൽ ആക്ച്വലി എന്താ ഡീൽ ചെയ്യുന്നത്, പ്ലേസസ്, സ്ട്രക്ചേഴ്സ്, പ്ലേസസ് ഓർ സ്ട്രക്ചേഴ്സ് ഇൻ എ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ സോൺ ദാറ്റ് മൈറ്റ് ബി അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ഇൻ ദ ഇവന്റ് ഓഫ് ഹസാർഡ്. ഒരു ഹസാർഡ് ഒക്കർ ചെയ്ത് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്ന നമുക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് മാപ്പ് ചെയ്യുന്നതാണ് ഇത് റിസ്ക് മാപ്പ് എന്ന് പറയുന്നത്. ദെൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ is a systematic and continuous analysis and redressing of causal factors of disaster. Okay, so systematic and continuous analysis and redressing of causal factors of disaster, that is called as disaster risk reduction. We can say this is the first and key component of disaster risk management. Okay, actually disaster risk reduction efforts and activities are normally specified in a formal document called a disaster risk reduction plan prepared by appropriate entity or authority. അതായത് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് അനാലിസിസ് ആണ് റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഒരു കൺസേൺഡ് അതോറിറ്റി എന്ത് ചെയ്യും, ഈ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്സ് ആൻഡ് ആക്ടിവിറ്റീസ് മാനുവൽ പോലെ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യും. ഇറ്റ് ഇൻവോൾവ് സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ്. ദാറ്റ് മീൻസ് സ്ട്രക്ചറൽ മെഷേഴ്സ് മീൻസ് use of physical or engineering solutions such as ocean wave barriers or earthquake resistant buildings to avoid disaster or reduce its impact. നമ്മളിപ്പം സുനാമി ഒക്കെ വന്നപ്പോൾ ഓഷ്യൻ വേവ് ഇങ്ങോട്ടേക്ക് വരാനുള്ള ബാരിയേഴ്സ് അല്ലെ, അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നത്, അതാണ് സ്ട്രക്ചറൽ മെഷേഴ്സ്, അതായത് റിസ്ക് റിഡക്ഷനുള്ള ഒരു മെത്തേഡ്. ദെൻ നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ പോളിസീസ്, ലോസ്, എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ക്രിയേഷൻ പ്രാക്ടീസസ് ടു അവോയ്ഡ് ഓർ റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റർ. അതായത് ആൾക്കാരെ വെൽ അവെയർ ചെയ്യിപ്പിക്കുക, അതായത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ അതിനെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ദെൻ അങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ളത് ട്രെയിൻ ചെയ്യുക. ദാറ്റ് ഈസ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ്. ഇനി നമുക്ക് ചിലപ്പോൾ എർത്ത് കേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഓഷ്യനൊക്കെ ബാരിയേഴ്സ് ഫോം ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെയുള്ള സുനാമിന്റെ എഫക്റ്റ് കുറച്ചെങ്കിലും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലുള്ള സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് ആണ് പ്രിപ്പയർഡ് ബൈ പെർട്ടിക്കുലർ അതോറിറ്റി ഓർ എൻറ്റിറ്റി, ദാറ്റ് ഈസ് കോൾഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. അതിന് വേണ്ടിയിട്ട് ആക്ച്വലി അതൊരു ഡോക്യുമെന്റേഷൻ പ്രോസസ് ആണ്. ഓക്കെ, ദെൻ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ്. എല്ലാ ടേമും കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുന്നുണ്ടാവും അല്ലെ, ഓരോന്നായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഓർത്ത് വെക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ താഴെയുള്ള പോയിന്റ്സ് ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും നിങ്ങൾക്ക് ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഇതിൻ്റെ അകത്ത് വരുള്ളൂ. ഡെഫിനിഷൻ മാത്രമേ ഏതെങ്കിലും ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് മാത്രമേ ക്വസ്റ്റ്യൻ ഈ ഒരു സെഷനിൽ വരുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ആ സാധനം ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. Then disaster risk management. Disaster risk management is a structured approach to manage uncertainty and potential adverse impact from a natural hazard event through a process of risk assessment and the development of strategies and specific actions to control and reduce risk. Okay, എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് ആ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു റിസ്കിനെ മാനേജ് ചെയ്യാനുള്ള പ്രോസസ്സസ്, അതായത് സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു മാനേജ് അൺസർട്ടനിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ അഡ്വേഴ്സ് ഇമ്പാക്ട് ഫ്രം എ നാച്ചുറൽ ഹസാർഡ് ഇവന്റ്. ഒരു ഹസാർഡ് ഇവന്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അഡ്വേഴ്സ് ഇഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു അൺസർട്ടനിറ്റി, അതിനൊക്കെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ അപ്രോച്ച് വെച്ചിട്ട് എന്താ മാനേജ് ചെയ്യുക ത്രൂ എ പ്രോസസ് ഓഫ് റിസ്ക് അസസ്മെന്റ്. അപ്പൊ റിസ്ക് അസസ്മെന്റ് ചെയ്യുക, ദെൻ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് ആൻഡ് സ്പെസിഫിക് ആക്ഷൻസ് ടു കൺട്രോൾ ആൻഡ് റെഡ്യൂസ് റിസ്ക്. അപ്പൊ ഈ ഒരു ഹസാർഡ് ഒക്കർ ചെയ്താൽ ഉണ്ടാവുന്ന റിസ്കിനെ എങ്ങനെ ഫേസ് ചെയ്യാം, അപ്പൊ അതിന്റെ സ്പെസിഫിക് ആക്ഷൻസും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ്, അതൊക്കെ വരുന്ന സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആൻഡ് കവേഴ്സ് ബോത്ത് സ്ട്രാറ്റജിക് ആൻഡ് ഓപ്പറേഷണൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു റെഡ്യൂസിംഗ് വൾണറബിലിറ്റി ആൻഡ് എക്സ്പോഷർ ടു ഹസാർഡ് വൈൽ ഇൻക്രീസിംഗ് കോപ്പിംഗ് ആൻഡ് റെസ്പോൺസ് കപ്പാസിറ്റി. ഓക്കെ,
Then the process of disaster risk management should be continuous, dynamic, and responsive. The purpose of disaster risk management is to prevent, reduce, or transfer the adverse effect of hazard. Okay. അതായത് ഇത്രേ ഉള്ളൂ, നമ്മളൊരു റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെത്തേഡ്സ്, അതാണ് ഇത് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിൽ പറയുന്നത്. ഓക്കെ, ഇറ്റ് ആക്ച്വലി കംപ്രൈസ് പ്രിവെൻഷൻ, മിറ്റിഗേഷൻ ആൻഡ് പ്രിപ്പയർഡ്നെസ്. ഇതൊക്കെ എന്താണെന്ന് ഡെഫിനേഷൻ പഠിക്കാനുണ്ട് കേട്ടോ, അന്നേരം പറയാം. സോ ഇപ്പൊ കുറയുന്നതും ഫ്യൂച്ചറിൽ ഒപ്പറുന്ന റിസ്ക്കും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സർട്ടൈൻ വേസ് അല്ലെങ്കിൽ അതിന്റെ ഒരു അപ്രോച്ചിനെയാണ് എന്ത് പറയുന്നത്, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഏർലി വാർണിംഗ് സിസ്റ്റം. ഏർലി വാർണിംഗ് സിസ്റ്റം is a socio-technical system designed to generate and circulate meaningful warning information in a timely manner to enable a targeted system take a proactive response to a hazardous threat in order to avoid disaster or reduce its impact. എന്ന ഡെഫിനേഷൻ നോക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താണ് ഏർലി വാർണിംഗ്, അതായത് ഇങ്ങനെ ഉണ്ടാവും, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഒരു ഏർലി വാർണിംഗ്. ആ പേര് പോലെ തന്നെ, ഇത് നിങ്ങൾക്ക് ഓർക്കാൻ വിഷമമുണ്ടല്ല, പേര് പോലെ തന്നെയുള്ള കാര്യമാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സോഷ്യോ ടെക്നിക്കൽ സിസ്റ്റം designed to generate and circulate meaningful warning information, okay, in a timely manner to enable a targeted system take a proactive response to a hazardous threat in order to avoid disaster or reduce its impact. ഫോർ എക്സാമ്പിൾ ഇതുപോലെ earthquake അല്ലെങ്കിൽ ഫ്ലഡ്, അതിനൊക്കെയുള്ള ഏർലി വാർണിംഗ് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാം. ഒന്നുകിൽ അവിടുന്ന് സേഫ് ഏരിയയിലേക്ക് മാറാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം ഇത് കടലിലേക്ക് പോകുന്നവരോട് ഏർലി വാർണിംഗ് കൊടുക്കാറുണ്ട് അല്ലെ, അവിടെ ഈ പറഞ്ഞ പോലെ സൈക്ലോൺസിന്റെ പോസിബിലിറ്റി ഉണ്ട്, സോ ആ സൈഡിലേക്ക് പോകാൻ പാടില്ല. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഹസാർഡിന്റെ എഫക്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ഏർലി വാർണിംഗ് സിസ്റ്റം. ഓക്കെ, സോ an early warning system comprises all the steps from the detection of a threat through communication to target community or people to the ability of the target to understand and respond appropriately to the warning. That means അങ്ങനെ ഒരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ത്രെട്ട് ഉണ്ട്, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള ഡിറ്റക്ട് ചെയ്തു, ദെൻ ആ ഒരു കാര്യം അതിനെ എഫക്ട് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് കമ്മ്യൂണിറ്റീനെ അറിയിക്കുക, ദെൻ എബിലിറ്റി ഓഫ് ടാർഗറ്റ് കമ്മ്യൂണിറ്റി, അത് അവർക്കത് മനസ്സിലായി അപ്രോപ്രിയേറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇത്രയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏർലി വാർണിംഗ് സിസ്റ്റം. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം, ദെൻ അത് ഏത് കമ്മ്യൂണിറ്റിനാണ് എഫക്ട് ചെയ്യുന്നത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ദെൻ അവർക്കത് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലായിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ആക്ഷൻസ് എടുക്കാൻ പറ്റണം. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ആവുന്നതിനാണ് എന്ത് പറയുന്നത്, ഏർലി വാർണിംഗ് സിസ്റ്റം. സോ ബൈ യൂസിങ് ദിസ് ഏർലി വാർണിംഗ് സിസ്റ്റം വി ക്യാൻ reduce the effect of this disaster, okay, reduce the impact of disaster. That is early warning system. Then നേരത്തെ ഞാൻ പറഞ്ഞത് disaster preparedness. Disaster preparedness consists of the knowledge and capacities of institutions or community and individual to effectively anticipate, respond to and recover from the impact of likely imminent or active hazard events or conditions. ഇതിന് ചില ടേംസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാരില്ല, നിങ്ങൾ ആ കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. പ്രിപ്പയർഡ്നെസ് മീൻസ് ഇത് തന്നെ, പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ ആ ടേം ഒന്ന് ഓർക്കുക. നോളജ് ആൻഡ് കപ്പാസിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കമ്മ്യൂണിറ്റി, ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീന്റെ അല്ലെങ്കിൽ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ നോളജും കപ്പാസിറ്റിയും, ഓക്കെ, എന്തിനു വേണ്ടിയിട്ടുള്ള, ടു എഫക്റ്റീവ്ലി ആന്റിസിപ്പേറ്റ്, റെസ്പോണ്ട് ടു ഓർ റിക്കവർ ഫ്രം ദ ഇമ്പാക്ട്. അതായത് കറക്റ്റ് ആയിട്ട് അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം, അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഓർ അതിന് ആ ഒരു ഡിസാസ്റ്ററിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യണം. ഓക്കെ, ലൈക്ലി ഇമിനന്റ് ഓർ ആക്റ്റീവ് ഹസാർഡ് ഇവന്റ്സ് ഓർ കണ്ടീഷൻസ്. ഒരു ഹസാർഡ് ഇവന്റ്സ് ഉണ്ടായാൽ അല്ലെ ആ കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അല്ലെ അതിനകത്ത് നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റീന്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നോളജും കപ്പാസിറ്റിയും. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള അറിവും ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ എന്താണ് അതിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും. ഇത് രണ്ടും കൂടെ ഇൻക്ലൂഡ് ആവുന്നതാണ് ഏത്, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ അതിനുള്ള പ്രിപ്പയർഡ് ആണോ, അതിനെ പറ്റിയിട്ടുള്ള നോളജും ഉണ്ടായിരിക്കണം, അതിനുള്ള കപ്പാസിറ്റിയും ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രിപ്പയർഡ്നെസ് ഈസ് ഇൻകംപ്ലീറ്റ് ഇഫ് പൊട്ടൻഷ്യലി എഫക്റ്റഡ് പീപ്പിൾ ആർ നോട്ട് അവെയർ ഓഫ് ദ ത്രെറ്റ് ഓഫ് എ ഹസാർഡ്. അതായത് കുറെ ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ത്രെറ്റ് ഉണ്ട്, നമുക്ക് ഹസാർഡ് വരാനുണ്ട് എന്നൊന്നും അറിയില്ലെങ്കിൽ ആക്ച്വലി പ്രിപ്പയർഡ്നെസ് ഇൻകംപ്ലീറ്റ് ആണ്. കാരണം എല്ലാവരും എന്തായിരിക്കണം, ഒരു കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് സേവ് ചെയ്യണമെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽസും അതിനെ പറ്റിയിട്ട്
അവെയർ ആയിരിക്കണം. സോ പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ഇതിന് എന്താ ഒരു ഡിസാസ്റ്ററിനെ എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളതിന്റെ പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന്റെ നോളജും കപ്പാസിറ്റിയും എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. ദെൻ ഡിസാസ്റ്റർ പ്രിവെൻഷൻ, അതും നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത ടേം ആയിരിക്കും. പ്രിവെൻഷൻ ഈസ് ദ എലിമിനേഷൻ ഓർ റിഡക്ഷൻ ഓഫ് ദ ലൈക്ലിഹുഡ് ഓഫ് ഒക്കറൻസ് ഓഫ് നാച്ചുറൽ ഹസാർഡ് ഇവന്റ് ഓർ ദർ അഡേഴ്സ് ഇമ്പാക്ട്സ്. പ്രിവെന്റ് ചെയ്യുക, നമുക്ക് അതിന്റെ എഫക്ട് റെഡ്യൂസ് ചെയ്യുക, നാച്ചുറൽ ഹസാർഡ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് ഡിസാസ്റ്റർ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ ഒരു എക്സാമ്പിൾ ഓർക്കോ നിങ്ങൾ, ഇൻക്ലൂഡ് ഫ്ലഡ് പ്രൊട്ടക്ഷൻ ബാരിയർ. ഓക്കെ, അതായത് വെള്ളം ഇങ്ങോട്ടേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാരിയേഴ്സ് ഫോം ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിവെൻഷൻ മെത്തേഡ്സ്. നമുക്ക് ഒന്നുകിൽ ഡിസാസ്റ്ററിനെ കംപ്ലീറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹസാർഡ് ഇവന്റ്സ് ഒക്കെ ചെയ്യുന്നത് നാച്ചുറൽ ഹസാർഡ്സ് നമുക്ക് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം, അതിന്റെ ഒക്കറൻസ് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റ് ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഏത് ഡിസാസ്റ്റർ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പം കഴിഞ്ഞ ഫ്ലഡ് വന്നതിന് ശേഷം അങ്ങോട്ടേക്കുള്ള വീടുകൾ അല്ലെ, അതിന്റെ കൺസ്ട്രക്ഷൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. കാരണം ഫ്ലഡ് വന്നാൽ ഒരു ലെവൽ വരെ വന്നു കഴിഞ്ഞാലും എഫക്ട് ചെയ്യാതിരിക്കുന്ന രീതിയിൽ എന്താ വീടിന്റെ കൺസ്ട്രക്ഷൻ തന്നെ മാറ്റുവാണ്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താണ് ഈ പ്രിവെൻഷനിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, നമുക്ക് അതിന്റെ ഇമ്പാക്ട് കുറക്കാൻ പറ്റും. കംപ്ലീറ്റ്ലി നമുക്കിപ്പോൾ ഫ്ലഡ് വരുന്നതൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അതിന്റെ എന്ത് ചെയ്യാം, എഫക്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള മെത്തേഡ്സ്, ഇതാണ് ഡിസാസ്റ്റർ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. മിറ്റിഗേഷൻ റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് മെഷേഴ്സ് to reduce or neutralize the impact of natural hazards by reducing social, functional or physical vulnerability. ഇപ്പൊ ഞാൻ പറഞ്ഞ തന്നെ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് മെഷേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ്, ഞാനിപ്പോ പറഞ്ഞതുപോലത്തെയുള്ള അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ എഫക്റ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വൾണറബിലിറ്റി, അതായത് സോഷ്യൽ, ഫങ്ഷണൽ, ഫിസിക്കൽ വൾണറബിലിറ്റി ഉണ്ടാവും ആൾക്കാർക്ക്, അത് റെഡ്യൂസ് ചെയ്യാൻ. ഓക്കെ, ദാറ്റ് ഈസ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. അപ്പൊ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ എഫക്ട് റെഡ്യൂസ് ചെയ്യാനുള്ള മെഷേഴ്സിനെയാണ് എന്താ പറയുന്നത്, മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ വൾണറബിലിറ്റി റെഡ്യൂസ് ചെയ്യുക ചെയ്യേണ്ടത്. അതായത് ഇതിനെ എഫക്ട്, നമ്മൾ മോർ വൾണറബിൾ ആകുമ്പോഴാണ് മോർ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ആ വൾണറബിലിറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള മെഷേഴ്സ് ആണ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിസാസ്റ്റർ റെസ്പോൺസ് ഓർ റിലീഫ്. ഇറ്റ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് assistance or intervention through the emergency services during or immediately after a crisis in order to save lives, reduce further impacts on health and public safety, and to meet the basic maintenance needs of affected population. അതായത് എൻ്റെ അടുത്തുള്ള റിലീഫ്, ആ ടേം തന്നെ ഓർക്കുക, ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ റിലീഫാണ്. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ഒരു ഇതുണ്ടായി, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, ദെൻ എമർജൻസി സർവീസസ് നമ്മുടെ ലൈഫ് സേവ് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് കുറക്കാനും അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത്, പബ്ലിക് സേഫ്റ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എഫക്റ്റഡ് പോപ്പുലേഷനെ കംപ്ലീറ്റ് സേവ് ചെയ്യാനുള്ള സർവീസസ്, ആ പ്രൊവിഷനാണ് എന്ത് ഡിസാസ്റ്റർ റിലീഫ് അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ ഇപ്പം നമ്മുടെ ഡിസാസ്റ്റർ ഒരുപാട് നമുക്ക് നിയർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ കുറച്ചൊക്കെ ദൂരെയൊക്കെ കാണുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ഏറ്റവും നമുക്ക് റീസെന്റ് ആയിട്ട് ഫ്ലഡിന്റെ ഒക്കെ കേസ് എടുത്താൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, എത്ര ലൈഫ് എങ്ങനെയൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ എമർജൻസി സർവീസസ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് ഓർത്ത് വെച്ചാൽ മതി. അത് വെച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം വെച്ചിട്ട് റിലേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കേരളത്തിനുണ്ടായ ഫ്ലഡ് തന്നെ നിങ്ങൾക്ക് ഈ ടേംസ് ഒക്കെ ഒന്ന് ഓർക്കാൻ, എല്ലാം റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ടേംസ് വെറുതെ ബൈ ഹാർട്ട് പഠിച്ചാൽ മറന്നു പോകും. ഓക്കെ, ഇപ്പൊ റിലീഫ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഓഫ് അസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ മീൻസ് റിലീഫ്. ഓക്കെ, സോ അത് എമർജൻസി സർവീസസ് എന്തിനു വേണ്ടിയിട്ടുള്ള, ടു സേവ് ലൈഫ്, റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓർ ഓൺ ഹെൽത്ത് ആൻഡ് പബ്ലിക് സേഫ്റ്റി, ആൻഡ് ടു മീറ്റ് ദ ബേസിക് മെയിൻ്റനൻസ് നീഡ്സ്. എഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കംപ്ലീറ്റ് നമ്മളൊരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ റിലീഫിന് വേണ്ടിയിട്ടുള്ള വർക്ക്സ് ആണ് ഏത് ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റെസിലിയൻസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ എ സിസ്റ്റം ടു റെസിസ്റ്റ്, absorb or recover from the effect of hazards in a timely and efficient manner, preserving or restoring its essential basic structures, functions and identity. എന്നുവെച്ചാൽ ഇത്രയേ ഉള്ളൂ, എബിലിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ടു ബൗൺസ് ബാക്ക് ടു ദ നോർമൽ ഫംഗ്ഷനിങ് ആഫ്റ്റർ സഫറിങ് എ ഡിസ്ട്രസ് ഫ്രം എ ഹസാർഡസ് ഇവന്റ്. ഒരു ഹസാർഡ് ഒക്കർ ചെയ്തു, അത് ബാഡ്ലി എഫക്ട് ചെയ്തു,
ദെൻ അതിനകത്ത് നിന്ന് റിക്കവർ ചെയ്യാനുള്ള എബിലിറ്റി, അതിനെയാണ് എന്ത് പറയുന്നത്, റെസിലിയൻസ് എന്ന് പറയുന്നത്. നോർമൽ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരുന്നത്, ദാറ്റ് ഈസ് റെസിലിയൻസ്. റെസിലിയൻസ് ഇസ് ദ എബിലിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി ടു റെസിസ്റ്റ് അല്ലെങ്കിൽ അബ്സോർബ്, അല്ലെങ്കിൽ സിംപ്ലി നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, റിക്കവർ. ഞാൻ ഈ ഓറിട്ടിട്ട് എഴുതിയത് എല്ലാ വാക്കുകളും ഓർമ്മയിലേക്ക് കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ ആ പോയിന്റിലേക്ക് വന്നാൽ മതി. എബിലിറ്റി ടു റിക്കവർ ഫ്രം ദ എഫക്ട് ഓഫ് ഹസാർഡ്, അതൊരു ടൈംലി ആൻഡ് എഫിഷ്യന്റ് മാനറിൽ, ഒരുപാട് ടൈം എടുത്തിട്ടല്ല, ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ ബേസിക് സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് റിസ്റ്റോർ ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഫംഗ്ഷൻസ് നോർമലായി ആ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള എബിലിറ്റിയാണ് എന്ത് പറയുന്നത്, റെസിലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡാമേജ് അസസ്മെന്റ്. It is the procedure for determining the magnitude of damage caused by a disaster or emergency event. ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാമേജ് എത്രയുണ്ടല്ലേ, നമ്മൾ പറയുന്ന നാശനഷ്ടങ്ങളെ കണക്കെടുക്കുന്നത്, അതാണ് ആക്ച്വലി ഡാമേജ് അസസ്മെന്റ് എന്ന് പറയുന്നത്. എത്ര മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡാമേജ് ആ ഡിസാസ്റ്ററിനെ കൊണ്ട് ഉണ്ടായ ഡാമേജ് എന്താണ്, അതിന്റെ ഒരു അസസ്മെന്റ്, അതിന്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നതാണ് ആക്ച്വലി ഡാമേജ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അത് 3 ടൈപ്സ് വരാം. സിവിയർ മീൻസ് ടാർഗറ്റ് ഫെസിലിറ്റി ഓർ ഒബ്ജക്ട് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഇറ്റ്സ് ഇന്റൻഡഡ് പർപ്പസ്, കംപ്ലീറ്റ് റീകൺസ്ട്രക്ഷൻസ് റിക്വയർഡ്. കംപ്ലീറ്റ്ലി അത് എന്താ, നമ്മുടെ ഇപ്പം വീടുകളാണെങ്കിൽ ഇപ്പൊ ഫ്ലഡ് വന്നിട്ട് വീട് പോയതാണ്, കംപ്ലീറ്റ് അത് പോയി ഫുള്ളായിട്ട് മാറ്റി റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അത് സിവിയർ ഡാമേജ് ആണെന്ന് പറയും. ഓക്കെ, ഇനി അല്ല മോഡറേറ്റ്, ടാർഗറ്റ് ഫെസിലിറ്റി ഓർ ഒബ്ജക്ട് കനോട്ട് ബി യൂസ്ഡ് എഫക്റ്റീവ്ലി ഫോർ ഇന്റൻഡഡ് പർപ്പസ് അൺലെസ് മേജർ റിപ്പയർ. കുറെ മേജർ റിപ്പയർ വർക്ക്സ് ഉണ്ടെങ്കിൽ അത് മോഡറേറ്റ് ഡാമേജ് ആണെന്ന് പറയും. ദെൻ ലൈറ്റ് ആണെങ്കിൽ വി ക്യാൻ സേ മൈനർ ആയിട്ടുള്ള റിപ്പയർസ് വെച്ചിട്ട് വി ക്യാൻ അത് റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ലൈറ്റ് ഡാമേജ്. ഇപ്പൊ നിങ്ങൾ ഫ്ലഡിൽ വന്ന വീടുകളുടെ കാര്യം തന്നെ ആലോചിച്ചിട്ട് എന്തൊക്കെ ഡാമേജ് ഉണ്ടെന്നല്ല, ഡാമേജ് അസസ്മെന്റ് പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനിങ് ദ magnitude of damage after caused by a disaster is called damage assessment. Okay. Then crisis counseling. It is the process of reducing the emotional and psychological disturbance of persons affected by the disaster in order to restore a sense of control and ability and to aid the process of recovery and reconstruction. നമ്മുടെ ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിക്കവർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു റെസിലിയൻസ് ഒക്കെ. പക്ഷെ ആ റിക്കവർ ചെയ്യാന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ കുറെ കാര്യങ്ങളുണ്ട്, അതായത് നമുക്ക് എന്താണ് എക്കണോമിക്കലി ഈ പറഞ്ഞ റീകൺസ്ട്രക്ഷൻസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുകൂടാതെ മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ്. അതായത് കുറെ ചിലപ്പോൾ റിലേറ്റീവ്സ് ഒക്കെ കുറെ ആൾക്കാർ ഇതിന് ലൈഫ് ലോസ് ആയി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറെ സാധനങ്ങൾ പ്രോപ്പർട്ടീസ് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ്, ആ ഒരു മെന്റൽ കണ്ടീഷൻസ് നോർമൽ ആവണമെങ്കിൽ എന്താ, അങ്ങനെ അതും കൂടെ നോർമൽ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പം ബാക്കി എത്ര സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലും കംപ്ലീറ്റ് റിക്കവറി വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ കമ്മ്യൂണിറ്റിന്റെ നോർമൽ ഫംഗ്ഷനിങ്ങിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, മെന്റലി സ്റ്റേബിൾ ആവണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ്. അപ്പൊ അതിനു വേണ്ടി ചിലപ്പോൾ എന്താ കൗൺസിലിംഗ് ഒക്കെ വേണ്ടി വരും. ഓക്കെ, സോ ഡിസാസ്റ്റർ ക്യാൻ ലെഡ് ടു എൻ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് which can affect a person's ability to make right decisions or adapt reasonable response actions. അപ്പൊ നമ്മളിതിന് റിക്കവർ ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈറ്റ് ഡിസിഷൻസ് എടുത്ത് അതിനുള്ള കണക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, നമ്മുടെ മൈൻഡ് കണ്ടീഷൻ, അതായത് നമ്മുടെ മെന്റൽ കണ്ടീഷൻസും കൂടെ എന്തായിരിക്കണം, അതിന് പറ്റിയ രീതിയിലേക്ക് ആയിരിക്കണം, അല്ലെ പെട്ടെന്നുണ്ടായ ഒരു ഡിസാസ്റ്ററിനെ കൊണ്ട് കംപ്ലീറ്റ്ലി മെന്റലി എന്താണ് ഡൗൺ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ എടുക്കേണ്ട ഡിസിഷൻ പോലും എടുക്കാൻ കഴിയില്ല, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും നമ്മളെ കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ അതാണ് ക്രൈസിസ് കൗൺസിലിംഗ്. ഇറ്റ് അഡ്രസ്സസ് ദീസ് പ്രോബ്ലംസ് ആൻഡ് ഇസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ. അപ്പോൾ അത് ആക്ച്വലി ഏറ്റവും ക്രൂഷ്യൽ ആണ്. നമുക്ക് കുറച്ച് ചിലപ്പോൾ പൈസ കുറച്ച് ആക്കി കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ ലോസസും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇത് ക്രൂഷ്യൽ ആണ്, കാരണം എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൗൺസിലിംഗ് ചെയ്ത് ആ ഇമോഷണൽ സ്റ്റേറ്റ് നോർമൽ ആക്കാൻ ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. ദാറ്റ് ഈസ് ദ വൈ ഇറ്റ് ഈസ് ടെല്ലിംഗ് ക്രൂഷ്യൽ പാർട്ട് ഓഫ് റിക്കവറി. Okay, so that is crisis counseling. Then finally, needs assessment. It is a process of estimating the financial, technical and human resources needed to implement the agreed upon programs of recovery, reconstruction, risk management. എന്നുവെച്ചാൽ നമുക്ക് ഡാമേജ് അസസ്മെന്റ് നേരത്തെ പറഞ്ഞു അല്ലെ, അത്ര ഡാമേജ് ഉണ്ടെന്ന് മെഷർ ചെയ്തിട്ടുണ്ട്, നോർമലി മെഷർ ചെയ്യുന്നുണ്ട്. ദെൻ ആ ഡാമേജ് അസസ്മെന്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക ഈ ഒരു റിക്കവറി പ്രോസസ്സിന് വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ടെക്നിക്കൽ അല്ലെങ്കിൽ ഹ്യൂമൻ സപ്പോർട്ട് എത്ര വേണ്ടി വരും, നമുക്ക് കംപ്ലീറ്റ് റിക്കവർ ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്ത് ആ ഒരു റിസ്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് വേണ്ട ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ അസിസ്റ്റൻസ്, ടെക്നിക്കൽ ആൻഡ് ഹ്യൂമൻ അസിസ്റ്റൻസ് റിലേറ്റഡ് അത്
എത്ര ഡാമേജ് ഉണ്ടായിട്ടുള്ളതനുസരിച്ചിട്ട് അത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നീഡ്സ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പോസ്റ്റ് ഡാമേജ് നീഡ്സ് അസസ്മെന്റ് is normally a rapid multi-sectoral assessment that measure the impact of disaster on society, economy and environment of a disaster affected areas. അതുകൊണ്ട് നിങ്ങൾ ആ ഡെഫിനിഷൻ നോക്കിയാൽ മതി. അതായത് ഇത്രേ ഉള്ളൂ, നമുക്കൊരു പെർട്ടിക്കുലർ ഡാമേജ് ഒക്കെ നമ്മൾ അസസ്മെന്റ്, ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞു, ഡാമേജ് അസസ് ചെയ്തിട്ടുണ്ട്, മോഡറേറ്റ്, സിവിയർ, ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അസസ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫൈനാൻഷ്യൽ, ടെക്നിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്, അതാണ് മെയിൻ ആയിട്ട് വേണ്ടി വരുന്ന സപ്പോർട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു എസ്റ്റിമേഷൻ പ്രോസസ് ദാറ്റ് ഈസ് കോൾഡ് നീഡ്സ് അസസ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് മോഡ്യൂളിലുള്ളത്. ഈ ഫസ്റ്റ് മോഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ടിലുള്ള ഡെഫിനിഷൻസ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഡെഫിനിഷൻ മാത്രം മതി കേട്ടോ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കൂല. നിങ്ങളെ സിലബസിൽ തന്നെ പറയുന്നുണ്ട് ഡെഫിനിഷൻസ് ഓഫ് ദിസ് കീ ടേംസ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ.